നമസ്കാരം. ഇന്ത്യയിലെങ്ങും ആരാധകരുള്ള നടനാണ് വിജയകാന്ത് അഥവാ ക്യാപ്റ്റൻ വിജയകാന്ത്. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെമ്പാടു നിന്നും പ്രശസ്തരും അപ്രശസ്തരുമായ ഒരുപാട് വ്യക്തികൾ എത്തിച്ചേർന്നിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയതായിരുന്നു നടൻ വിജയ്. അപ്പോഴാണ് അദ്ദേഹത്തിനെ ആൾക്കൂട്ടത്തിൽ നിന്നും ആരോ ഒരു ചെരുപ്പൂരി എറിയുകയുണ്ടായത്. ഇത് തമിഴ്നാട്ടിൽ വലിയ തോതിൽ വിവാദമായി. എന്തുകൊണ്ടാണ് 3 ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇത്തരമൊരു വീഡിയോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ വിവാദം ഇപ്പോഴും ആളിപ്പടരുന്നുണ്ട് തമിഴ്നാട്ടിൽ എന്നതുകൊണ്ട് തന്നെയാണ്. വിജയകാന്തിൻ്റെ ആരാധകരും വിജയുടെ ആരാധകരും തമ്മിൽ ഇപ്പോഴും ആ ശണ്ടയും വിവാദവുമൊക്കെ തമിഴ്നാട്ടിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തിനാണ് വിജയെ ഇങ്ങനെ ഒരു ചെരുപ്പ് ആക്രമണം നടത്തിയത് എന്ന് ചോദിച്ചാൽ അതിലൊരു ചെറിയ ചരിത്രത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും. തമിഴ്നാട്ടിലെ അറിയപ്പെടുന്ന സംവിധായകനാണ് എസ് എ ചന്ദ്രശേഖർ. അദ്ദേഹത്തിൻ്റെ മകനാണ് ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന ദളപതി വിജയ്. ഈ എസ് എ ചന്ദ്രശേഖറിന് വിജയ് ഉണ്ടായ കാലം മുതൽ തന്നെ അദ്ദേഹത്തെ ഒരു സിനിമാ നടനാക്കണമെന്ന അദമ്യമായ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചന്ദ്രശേഖർ പല സിനിമകളിലും ബാല്യകാലത്ത് തന്നെ വിജയ് ഉൾപ്പെടുത്തുകയും അങ്ങനെ ക്രമേണ വിജയ് വലുതായപ്പോൾ അദ്ദേഹത്തെ നായകനായി ആക്കി ഒരു പടം ചെയ്യുകയും ചെയ്തു. പക്ഷേ അത് വലിയ തോതിൽ തമിഴ്നാട്ടിൽ പരാജയപ്പെട്ടു. എന്നിട്ടും ചന്ദ്രശേഖറിൻ്റെ ആ ആഗ്രഹം ബാക്കി നിന്നു. മകനെ എങ്ങനെയെങ്കിലും തമിഴിലെ അറിയപ്പെടുന്ന ഒരു നടനാക്കി ഉയർത്തണം എന്ന് തന്നെ അദ്ദേഹം ആഗ്രഹിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന് മറ്റൊരു ഐഡിയ തെളിഞ്ഞത്. അതായത് ഒരു സൂപ്പർ സ്റ്റാറിനോടൊപ്പം അഭിനയിച്ചാൽ അദ്ദേഹത്തിൻ്റെ പടം കാണാൻ ആളുകൾ ഓടിയെത്തും. അപ്പോൾ അതിലെ ഉപനായകനായി വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടും. അങ്ങനെ വിജയകാന്തിൻ്റെ ഒരു പടത്തിൽ, സുന്ദരപാണ്ഡി എന്ന പടത്തിൽ അദ്ദേഹത്തിൻ്റെ വിജയകാന്തിൻ്റെ അനിയനായി വിജയിയെ എസ് എ ചന്ദ്രശേഖർ അവതരിപ്പിക്കുകയായിരുന്നു. സുന്ദരപാണ്ഡി വലിയ തോതിൽ വിജയമായി. അങ്ങനെ അതുകൊണ്ട് തന്നെ വിജയും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് വിജയ് സിനിമാ കരിയറിൽ വളർന്നതും ദളപതി വിജയ് ആയതുമൊക്കെ ചരിത്രമാണ്. പിന്നീട് പലപ്പോഴും വിജയ് തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അഭിനയ ഗുരു വിജയകാന്താണ് എന്ന്. അതിന് പല അഭിമുഖങ്ങളിലും അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു ദളപതി വിജയ് ആയ ശേഷം വിജയകാന്തിനെ കാര്യമായി പരിഗണിച്ചില്ല എന്ന് വിജയകാന്തിൻ്റെ ആരാധകർക്ക് വലിയ തോതിലുള്ള ഒരു വിഷമമുണ്ട്. പിന്നീട് വിജയകാന്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ രൂപീകരിച്ചപ്പോൾ, അതായത് DMDK എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചപ്പോൾ വിജയിയുടെ സഹായം ഉണ്ടായില്ല എന്നുള്ള രീതിയിലും അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് വലിയ വിഷമമുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം പ്രതിപക്ഷ നേതാവായപ്പോഴും അദ്ദേഹത്തിന് വിജയിയുടെ സപ്പോർട്ട് കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രി കസേരയിൽ എത്താൻ ആയിരുന്നു എന്നുള്ള വിശ്വാസം ഉള്ളവരാണ് ഈ വിജയകാന്തിൻ്റെ ആരാധകർ. പക്ഷേ വിജയ് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുമായി യാതൊരു വിധത്തിലുള്ള അനുഭവം പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. അതിന് കാരണമുണ്ട്. വിജയ്ക്കും വിദൂര ഭാവിയിൽ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണമെന്ന ആഗ്രഹം ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം DMDKയുമായി സഹകരിക്കാത്തതും അതിനോടൊപ്പം പ്രവർത്തിക്കാത്തതും. എന്നാൽ പിന്നീട് വിജയകാന്ത് അസുഖബാധിതനായപ്പോഴും വിജയകാന്തിനെ സന്ദർശിക്കുവാനോ അദ്ദേഹത്തിൻ്റെ രോഗവിവരങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാനോ വിജയ് മുതിർന്നില്ല എന്നതും വലിയ തോതിൽ ഒരു വിഷമമാക്കി വിജയകാന്തിൻ്റെ ആരാധകർ മനസ്സിൽ കൊണ്ടു നടന്നിരുന്നു. അങ്ങനെ ആ സമയത്താണ് വിജയകാന്തിൻ്റെ മരണമുണ്ടാകുന്നതും അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാനായി വിജയ് ഈ ജനക്കൂട്ടത്തിനിടയിലൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുന്നതും. അപ്പോഴാണ് ഈ ചെരുപ്പേർ ഉണ്ടാകുന്നത്. വിജയകാന്തിനെ ആരാധിച്ചിരുന്നവർ അല്ലെങ്കിൽ വിജയകാന്തിൻ്റെ അനുകൂലിച്ചിരുന്നവരാണ് ഈ ചെരുപ്പേറിന് പിന്നിലെന്നത് വ്യക്തമാണ്. പക്ഷേ എന്തായാലും ഇത്തരത്തിൽ ഒരു അവസരത്തിൽ ഇത്തരമൊരു ആക്രമണം നടത്തിയത് വലിയ തോതിൽ തെറ്റായിപ്പോയി എന്ന് തന്നെയാണ് സിനിമാ ലോകവും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരുമൊക്കെ വിലയിരുത്തുന്നത്. കാരണം ഒരു വലിയ നടൻ്റെ, ഇന്ത്യയെങ്ങും ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് മറ്റൊരു സൂപ്പർ സ്റ്റാറിനെ ചെരുപ്പ് കൊണ്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം നികൃഷ്ടമായ ഒരു രീതി വേറെയില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ആ വിവാദം തമിഴ്നാട്ടിൽ ആളിക്കത്തുന്നത്. തീർച്ചയായിട്ടും ഈ വിവാദം എത്രയും പെട്ടെന്ന് കെട്ടടങ്ങട്ടെ എന്നും വിജയകാന്തിൻ്റെ ആരാധകർ അവരുടെ വഴിക്ക് നീങ്ങട്ടെ. ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന ദളപതി വിജയുടെ ആരാധകർ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. കാരണം ഏതൊരു വിവാദവും പെട്ടെന്ന് വഴിതിരിച്ചു പോയില്ലെങ്കിൽ അത് വലിയ തോതിലുള്ള ആക്രമണ സ്വഭാവത്തിലേക്ക് നീങ്ങും എന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം പരാമർശിച്ചത്.